നോക്കാം. നമുക്ക് അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോണതാണ് സാധാരണ രീതിയിൽ 3D ഫോർമുല എന്നുള്ളൊരു കൺസെപ്റ്റ്. 3D ഫോർമുല എക്സലിൽ 3D ഫോർമുല എന്നുണ്ട്. അതായത് നമുക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം, പക്ഷേ അതിൻ്റെ കുറേ സമയം എടുക്കും. ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ കുറേ സമയം എടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, എത്ര പെട്ടെന്ന് ആ ഫോർമുലാസുകൾ അപ്ലൈ ചെയ്യിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ 3D ഫോർമുല അല്ലെങ്കിൽ 3D ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ വെറുതെ ഞാനൊരു പേരിട്ടാണ് 3D ഫോർമുല. 3D ഫോർമുല എന്നുള്ള പേരിൽ ഞാനിതിനെ വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനൊരു കൊല്ലത്തെ കണക്ക് തയ്യാറാക്കാൻ വിചാരിക്കും. എല്ലാവരും മനസ്സിലാക്കാം, ഒരു കൊല്ലത്തെ കണക്ക് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മുടെ സെയിൽസ് റെപ്പർമാർക്ക്, അതായത് സെയിൽസിൻ്റെ ആൾക്കാർക്ക് എന്ത് ചെയ്യാണ്, നിങ്ങളൊക്കെ കൊണ്ടുപോയി വിറ്റോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പർട്ടിക്കുലർ കുറച്ച് ഡാറ്റകൾ ക്വാർട്ടർലി 1 ആയിട്ടും ക്വാർട്ടർലി 2 ആയിട്ടും 3 ആയിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്രേ ഉള്ളൂ, നമ്മൾ നോർത്തിൽ ഇത്ര വിറ്റു, സൗത്തിൽ ഇത്ര വിറ്റു, ഈസ്റ്റിൽ ഇത്ര വിറ്റു, വെസ്റ്റിൽ ഇത്ര വിറ്റു, അങ്ങനെയൊക്കെ നമ്മളൊരു സെക്ഷൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 3D ഫോർമുല കഴിഞ്ഞിട്ടുള്ള ഷീറ്റിലാണ് നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്നത് കേട്ടോ. നമ്മൾ പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, വെസ്റ്റ്, ഓക്കെ, ഈസ്റ്റ്, നോർത്ത്, ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്, നോർത്ത്, ദെൻ സൗത്ത്. അപ്പോൾ നമ്മൾ വെസ്റ്റിലുണ്ട്, ഈസ്റ്റിലുണ്ട്, നോർത്തിലുണ്ട്, സൗത്തിലുണ്ട്. ഞാനിതിനൊരു പർട്ടിക്കുലർ കളറൊക്കെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് അതിൻ്റെ മേലെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പർട്ടിക്കുലർ ടാബ് കളർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടാബ് കളർ കേട്ടോ, നമുക്കൊന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഓക്കെ, 2 നീല വേണ്ട, ഒരു പച്ചയായി കൂടെ. അപ്പോൾ വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, 4 ഡാറ്റകൾ ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഫസ്റ്റ് വെസ്റ്റിൽ നിന്നിട്ടേ ഒരു കാര്യം ശ്രദ്ധിക്കാം. വെസ്റ്റിൽ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, വെസ്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ഈസ്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് അമർത്തി പിടിച്ച് നോർത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് സൗത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അതായത് വിടരുത്, ഈ 4 ഷീറ്റും ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷനാണ്. മനസ്സിലായല്ലോ. ആദ്യം ഞാൻ വെസ്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു, ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് ഈസ്റ്റിൻ്റെ മുകളിലും നോർത്തിൻ്റെ മുകളിലും സൗത്തിൻ്റെ മുകളിലും ക്ലിക്ക് ചെയ്തു. ഷിഫ്റ്റ് വിടാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 4 ഷീറ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ഷനാണ്. ക്ലിയർ അല്ലേ? കാർബൺ കോപ്പി പോലെ ഒരെണ്ണത്തിൽ എൻ്റർ ചെയ്താൽ ഈ 4 എണ്ണത്തിലും എൻ്റർ ചെയ്യും. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്തത്. ഞാനിവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, PRODUCT എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. കുറച്ച് സൈസൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് 18 ആണ്. അപ്പോൾ നമുക്ക് 4 ക്വാർട്ടർലിയും സൈസ് നമുക്ക് തന്നെ ആക്കാം, 18 ആക്കാം. ഇവിടെ ഞാൻ ക്വാർട്ടർലി 1 Q1, ഇവിടെ Q2, ഇവിടെ ഞാൻ Q3, അതായത് ക്വാർട്ടർലി 3, ക്വാർട്ടർലി 4, അതായത് ഒരു കൊല്ലത്തിന് 4 ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 4 ആക്കി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ ഈ 4 കോളം ഒരേ വലിപ്പമാവണമെങ്കിൽ എന്താ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് അല്ലേ? ഈ 4 കോളം ഒരേ വലിപ്പമാവണമെങ്കിലേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരു എളുപ്പവഴിയുണ്ട്. ഈ ബിയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, ബി, എന്നിട്ട് 4 കോളം സെലക്ഷൻ ചെയ്യുക, അതായത് BCDE. ഓക്കെ, എന്നിട്ട് ഒരെണ്ണം പിടിച്ച് ഇങ്ങോട്ട് ചെറുതാക്കോ വലുതാക്കോ ചെയ്താൽ ഈ 4 കോളം ഒരേ വലിപ്പത്തിൽ തന്നെ പ്രിൻ്റ് ചെയ്യും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയണം, ഒരു എളുപ്പവഴിയാണ് എക്സലിലെ. അതായത് ആദ്യം നമ്മൾ ബിയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യാം, BCDE ഹെഡിങ്ങുകളാണ് നമ്മൾ സെലക്ഷൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഒരെണ്ണം പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വലിപ്പത്തിൽ, ആ സെലക്ഷൻ ചെയ്തതൊക്കെ ഒരേ വലിപ്പത്തിൽ വന്നിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് ഞാൻ പ്രൊഡക്റ്റ് കുറച്ച് കൊടുക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, അതിന് ഞാൻ ഫോണ്ട് സൈസ് ഒന്ന്
ഫോണ്ട് സൈസ് ഒന്ന് ഞാനൊന്ന് ഒരു 16 കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് എടുക്കട്ടോ, ഞാനൊരു എക്സാമ്പിളായിട്ട് ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ബുക്ക്, വാച്ച്, റിങ്, ഗ്ലാസ്, മൗസ്, കീബോർഡ്, മോണിറ്റർ, പിന്നെ തൽക്കാലം ഒരെണ്ണം കൂടി കൊടുക്കാം നമുക്ക്. ബാറ്റ് അതേപോലെ തന്നെ ഇപ്പോൾ 9 ഐറ്റം ആയിട്ടുണ്ടാവുള്ളൂ അല്ലേ. 1 2 3 4 4 4 8 9. അപ്പോൾ ഒരു ക്യാപ്പും കൂടി കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഇപ്പം നിങ്ങളൊന്ന് നോക്കിയേ, ഞാനിതിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ ഈസ്റ്റിൽ വന്നിട്ടുണ്ട്, നോർത്തിൽ വന്നിട്ടുണ്ട്, സൗത്തിൽ വന്നിട്ടുണ്ട്, വെസ്റ്റിൽ വന്നിട്ടുണ്ട്. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? അതായത് കാർബൺ കോപ്പി പോലെ നമ്മുടെ വെസ്റ്റിൽ വന്നിട്ടുണ്ട്, ഈസ്റ്റിൽ വന്നിട്ടുണ്ട്, നോർത്തിൽ വന്നിട്ടുണ്ട്, സൗത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരെണ്ണം മാത്രം കണ്ട, ഡൗട്ടില്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഭാഗം മനസ്സിലായില്ലേ? നമ്മുടെ കാർബൺ കോപ്പി പോലെ റെക്കോർഡ് ചെയ്യുന്ന ഭാഗം മനസ്സിലായി. ഓക്കെ. ഇനി നോക്കട്ടെ, ഇനി ഓരോ മാസത്തിലുണ്ടായിട്ടുള്ള വേരിയേഷൻസ് കംപ്ലീറ്റ് നമ്മളിതിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ടൂൾ കളഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? എല്ലാറ്റിലും ഒരേ വാല്യൂ വരും കേട്ടോ. അത് വരാതിരിക്കാനായിട്ട് ഞാൻ സെലക്ട് ടൂൾ റിമൂവ് ചെയ്തു. അതായത് ഓരോ സെല്ലുകൾ തമ്മിലുള്ള സെല്ലുകൾ മാറ്റി കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഓരോ ക്വാർട്ടർലിയിൽ വന്നിട്ടുള്ള എമൗണ്ടും നിങ്ങളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ടൈപ്പ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. ഒരേ സംഖ്യയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല. അതുകൊണ്ടാണ് ഉത്തരമൊക്കെ വർക്കാവും ഒരേ സംഖ്യകളാണെങ്കിലും, പക്ഷെ അതിൻ്റെ റിസൾട്ട് കാണിക്കുമ്പോഴേ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. ഇതിന് ഞാൻ എന്ത് ചെയ്തു? ഹോമിലൊക്കെ പോയി ഒരു 12 സൈസൊക്കെ 14 സൈസ് കൊടുത്തിട്ടുണ്ട്. അത് മതി. ഇനി ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഓരോന്നിലും ഇതേപോലെ എൻ്റർ ചെയ്യണം. തൽക്കാലം ഞാൻ കോപ്പി ചെയ്തിട്ടേ അതിൽ ചില സംഖ്യകൾ മാത്രം ഒന്ന് മാറ്റം വരുത്താം. അല്ല നമ്മളത് ഇങ്ങനെ ടൈപ്പ് ചെയ്യണത് വരെയുള്ള സമയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ തൽക്കാലം അവിടെ ഇവിടെയൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് വരുത്താം. ഓക്കെ. അപ്പോൾ എല്ലാ സംഖ്യയും ഒരേപോലെ ആവില്ല എന്ന് വിചാരിക്കാം. എന്നാൽ ചില സംഖ്യകളൊക്കെ അതേപോലെ തന്നെ ആവൂട്ടാം. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ഡാറ്റ കറക്റ്റായിരിക്കണം. ഞാൻ ചെയ്യണ പോലെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഞാനത് ഇപ്പോൾ ക്ലാസ് എടുക്കണത് നേരം വൈകരുത് എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റ് കൊണ്ടാണ് ഞാനിത് കോപ്പി ചെയ്തത്. നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. ഓക്കെ, തൽക്കാലം ഇത്ര മതി. ഇനി ഈസ്റ്റിലും കൂടി ഞാനൊന്ന് മാറ്റം വരുത്താം. ഇനിയാണ് നമ്മൾ നമ്മുടെ വർക്കിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഞാൻ പുതിയതായിട്ടുള്ളൊരു ഷീറ്റും കൂടി ഇൻസേർട്ട് ചെയ്തു. ഷീറ്റ് ഇവിടെ നടുക്കിലാണ് വന്നതിപ്പോൾ. അതിനെ പിടിച്ചിട്ട് നേരെ നമ്മൾ അവസാനത്തേക്ക് വേണമെങ്കിൽ വലിച്ചിടാം കേട്ടോ. ഇങ്ങനെ വലിച്ചിട്ടാൽ മതി, മൗസ് കൊണ്ട് വലിച്ചിട്ടാൽ മതി. ഗ്രാൻഡ് ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ ഇതിന് നമുക്കിപ്പോൾ തൽക്കാലം ഞാൻ ടാബ് കളറിലൂടെ വേറൊരു കളർ കൊടുത്തു. അപ്പോൾ നമുക്കൊരു ഓക്കെ ഈ കളർ ഞാൻ കൊടുത്തു. അപ്പോൾ 4 ഓട്ടോമാറ്റിക്കായിട്ട് 4 കോളൂടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിലത്തെ ഹെഡിങ്ങുകൾ ഉണ്ടല്ലോ,
ഹെഡിങ് മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്തു. ശ്രദ്ധിക്കാം, ഈ ക്വാർട്ടർലി എന്നുള്ളത് മാത്രം ഞാൻ എടുത്തത് നമ്മളടുത്ത സേവ് ചെയ്യും. ഇതുവരെ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പുകൾ ക്ലിയർ ആണല്ലോ. നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, ഡാറ്റ ഒന്ന് എൻ്റർ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു. ഇനി എനിക്ക് ശ്രദ്ധിക്കട്ടാ, ഇനിയാണ് നമ്മളിതിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുല, അതായത് 3D കാൽക്കുലേഷൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ശരിക്കും ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട്, കൺസോളിഡേറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അതിനെക്കാട്ടി എളുപ്പമായിട്ട് നമുക്കിത് ചെയ്യാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ എന്താ വരേണ്ടത് ആൻസർ എന്ന് പറഞ്ഞേ. ഈ Q1-ൻ്റെ അവിടെ എന്താ ആൻസറാണ് വരേണ്ടത്? Q1-ൻ്റെ അവിടെ എന്താ ആൻസറാണ് വരേണ്ടത്? ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊരു കോള് ക്ലാസ്സിലാണ് പറഞ്ഞത്. ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ ക്ലാസ്സിലാണ്, തിരിച്ചു വിളിക്കാം. ഓക്കെ, അപ്പോൾ Q1-ൻ്റെ അവിടെ പെന്ന് എന്നുള്ള പ്രൊഡക്റ്റിൻ്റെ വെസ്റ്റിൽ തീം, ഈസ്റ്റിൽ തീം, നോർത്തിൽ തീം, സൗത്തിൽ തീം, ക്വാർട്ടർലി 1-ൻ്റെ ടോട്ടലാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. മനസ്സിലായ? അതായത് വെസ്റ്റ് എന്നുള്ളതിൻ്റെ ഉള്ളിലത്തെ ഈ 12:45, ഈസ്റ്റ് എന്നുള്ളതിൻ്റെ ഉള്ളിലുള്ള ഈ 12:45, നോർത്തിൻ്റെ ഉള്ളിലുള്ള 36:52, സൗത്തിൻ്റെ ഉള്ളിലുള്ള 12:45. ഈ 12:45 3 പ്രാവശ്യം ആവർത്തിച്ചത് മനസ്സിലായല്ലോ. ഞാനത് കോപ്പി ചെയ്തുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് ഡാറ്റ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. എന്തായാലും ഔട്ട്പുട്ട് കറക്റ്റ് ആവും. ഇനി അതൊക്കെ കൂടി കൂട്ടിയിട്ട് ഇവിടെ പ്രിൻ്റ് ചെയ്യണം. ഇതേപോലെ ഓരോ സെല്ലിലും പ്രിൻ്റ് ചെയ്യണം. കുറേ സമയം എടുക്കും അല്ലേ സമ്മ് വെച്ചിട്ട് ചെയ്യുമ്പോൾ? ഈക്വൽ ടു സമ്മ് എന്ന് പറഞ്ഞിട്ട് ഇന്ന സെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സമയം എടുക്കും അല്ലേ? അതിനായിട്ട് നമ്മളാണ് ഉപയോഗിക്കുന്ന ഫോർമുല. എല്ലാവരും ശ്രദ്ധിക്കുക. ഈക്വൽ ടു, ഞാൻ സൈസ് ഒന്ന് കൂട്ടാം. ഓക്കെ, ഈക്വൽ ടു സം. ഫസ്റ്റ് സം തന്നെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ വെസ്റ്റിലേക്ക് പോവുക. ഫസ്റ്റ് വെസ്റ്റിലേക്ക് പോയിട്ട് ആ വെസ്റ്റിലത്തെ ആദ്യത്തെ ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുക. ക്വാർട്ടർലി 1-ൻ്റെ ആദ്യത്തെ ഒരു സെല്ല് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുക. നമ്മുടെ ഇതിൻ്റെ കീബോർഡിൻ്റെ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ട് ഈസ്റ്റിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, നോർത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക, സൗത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കാം. മനസ്സിലായ? ഇനി പറയണോ? ഇപ്പം ചെയ്ത സ്റ്റെപ്പ് പറയണോ? മനസ്സിലായ? ഒന്നുകൂടി പറയണം. ആർക്കെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, കുഴപ്പമില്ല. ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായ? ഓക്കെ, ശ്രദ്ധിക്കുക. ഈ ഒന്നുകൂടെ പറയണമെന്നുള്ളത് ഞാൻ ചോദിക്കണ്ട കേട്ടോ, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞോളുണ്ട് കേട്ടോ. മനസ്സിലായി? ഞങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട. സാറേ ഒന്നുകൂടി പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഒന്നുകൂടി പറയും കേട്ടോ. ശ്രദ്ധിക്കുക. ഈക്വൽ ടു സം, ഗ്രാൻഡ് ടോട്ടലിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ഈക്വൽ ടു സമ്മ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ വെസ്റ്റിലേക്ക് പോവുക. എന്നിട്ട് അതിലത്തെ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുക. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ട് ഈസ്റ്റ് സെലക്ഷൻ ചെയ്യുക, നോർത്ത് സെലക്ഷൻ ചെയ്യുക, സൗത്ത് സെലക്ഷൻ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ മേലെ ഫോർമുല ബാറിൽ വന്നേക്കണം, നോക്കി കണ്ടില്ലേ? ഒരു ഫോർമുല വന്നത് കണ്ടോ? ഇതാണ് 3D ഫോർമുല എന്ന് പറയുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളിതൊക്കെ ഒരേ കാണുന്ന ഒരേ പാറ്റേണിൽ തന്നെ ചെയ്തുള്ളൂ അല്ലേ? അതായത് വെസ്റ്റിൽ B2 തന്നെയാണ്. അപ്പോൾ അത് കാരണം നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല. എന്ത് ചെയ്താൽ മതി? ഒരെണ്ണം പിടിച്ച് ഇപ്പുറത്തേക്കും അടിയിൽ പിടിച്ചിട്ട് ഇപ്പുറത്തേക്കും ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ഉണ്ടായി. സംഭവം മനസ്സിലായ?
അപ്പം 4 സ്ഥലത്തും കൂടിയിട്ട് ക്വാർട്ടർലിയിൽ പെന്ന് വിറ്റിട്ടുള്ളത് 7387 രൂപ. ക്ലിയർ ആണല്ലോ? അതായത് 4 സ്ഥലത്തും കൂടി ക്വാർട്ടർലിയിൽ കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നോർത്തിലും വെസ്റ്റിലും ക്വാർട്ടർലി 2-ൽ, അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് ജൂണിൽ വിറ്റിട്ടുള്ളതാണ് 5016. ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ അല്ലേ, അതൊക്കെ കൂടി കൂട്ടിയിട്ട് എന്ത് വന്നു? 4 മാസം 12 മാസമാണല്ലോ അല്ലേ? 3 മാസത്തെ, ഇത് 3 മാസത്തെ, ഇത് 3 മാസത്തെ, ഇത് 3 മാസത്തെ, ഇത് 3 മാസത്തെ. അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് കൂടിയിട്ട് ഇത്ര, ഏപ്രിൽ മെയ് ജൂൺ കൂടിയിട്ട് ഇത്ര, പിന്നെ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ കൂടിയിട്ട് ഇത്ര, ഒക്ടോബർ നവംബർ ഡിസംബർ കൂടിയിട്ട് ഇത്ര. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് മനസ്സിലായ? ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ഇതാണ് 3D കാൽക്കുലേഷൻസ്. അതായത് 3D സാധാരണ നമുക്ക് സമ്മ് വെച്ചിട്ട് ഇക്വേഷൻസ് കാണാം, അതുകൊണ്ട് വിഷയമുള്ള കേസൊന്നുമല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യുക, ഇത് കുറച്ചും കൂടി എളുപ്പമുണ്ട് അല്ലേ? എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പം എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് വർക്ക് പെട്ടെന്ന് കഴിഞ്ഞു. മറ്റേത് ഓരോ സെല്ലും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ എത്ര സമയം പിടിക്കും നിങ്ങൾക്ക്? ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ എന്ത് സബ് ടോട്ടൽ നമ്മുടെ 3D ഫോർമുല എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു വർക്കും കൂടി നമുക്ക് പറയാം. പറഞ്ഞൂടെ? ഓക്കെ. സം ഇഫ് ഇതും കൂടി പറയുള്ളൂ. ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് സം ഇഫ്? എന്താ സം ഇഫ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സലിൽ. ആരെങ്കിലും ചെയ്തവരുണ്ട് അത്? ഈ സം ഇഫ് ആരെങ്കിലും ചെയ്തവരുണ്ടോ? ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. സം ഇഫ് എസ് ചെയ്തിട്ടുണ്ടോ? സം ഇഫ് ചെയ്ത ആള് സം ഇഫ് എസ് എന്നുള്ള കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? സം ഇഫ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ. ശരി. എന്തായാലും നമുക്ക് നോക്കാം. ഇതും കൂടി നോക്കാം. നമുക്ക് ശ്രദ്ധിക്കാം. നെയിം, കമ്പനി, എമൗണ്ട്. ഒരു എക്സാമ്പിൾ ആട്ടത്. നെയിം, കമ്പനി, എമൗണ്ട്. ഒരു 3 കോളം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ജിജോ കൊമ്പൻ എന്നുള്ള ഒരാൾ, അതായത് ഞാൻ ജിടെക് എന്നുള്ള കമ്പനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 88,888 രൂപ വരെ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? ഇവിടെ ഞാൻ പേര്, അതേപോലെ തന്നെ കമ്പനി കൊടുത്തു, അതേപോലെ തന്നെ ഞാൻ കമ്പനി കൊടുത്തു. ഓക്കെ. 14. ഇനി വേറൊരാൾ കേട്ടോ, മനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ജിടെക്കിന് തന്നെ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇത്ര രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. മനു ജിടെക്കിന് വേണ്ടിയിട്ട് ഇത്ര രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ദീപ ജിടെക്കിന് വേണ്ടിയിട്ട് ഇത്ര രൂപയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു അബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ജിടെക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 25,547 രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ജിജോ തന്നെ വേറൊരു കമ്പനിക്ക് വേണ്ടി, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ വിൻടെക് എന്നുള്ള ഒരു കമ്പനിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 4,578 രൂപ വരെ ബിസിനസ് ചെയ്തിട്ടുണ്ട് വേറൊരു ദിവസം. അതേപോലെ തന്നെ അനു വിൻടെക്കിന് വേണ്ടിയിട്ട് ഇത്ര രൂപ വരെ ബിസിനസ് വീണ്ടും ചെയ്തിട്ടുണ്ട്. വീണ്ടും ജിജോ വേറൊരു ദിവസം ജിടെക്കിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇത്ര രൂപയുടെ ബിസിനസ് വേറെ ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ദീപ ഒരു എ എന്നുള്ള കമ്പനിക്ക് വേണ്ടി ഇത്ര രൂപയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അനു ജിടെക്കിന് വേണ്ടിയിട്ട് ഇത്ര രൂപയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ഇനിയാണ് നമ്മുടെ ഇക്വേഷൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതൊക്കെ കൂടി കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി?
ആൾട്ട് ഈക്വൽ ടു കൊടുത്താൽ സമ്മ് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ്, എനിക്ക് 10,000 കുറവുള്ള ടോട്ടൽ മാത്രം കണ്ടാൽ മതി. ഓക്കെ, ആൾക്കാർ വണ്ടിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ശ്രദ്ധിക്കാം. 10,000 കുറവുള്ള ടോട്ടൽ അല്ലെങ്കിൽ 10,000 കൂടുതലുള്ള ടോട്ടൽ മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിക്കാം. ക്ലിയർ അല്ലേ? അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് 10,000 മുകളിലുള്ള സംഖ്യ ഒന്ന് പറഞ്ഞു. നിങ്ങൾ ഏതൊക്കെയാണ്? ഒരു 5-8 അല്ലേ? ഓക്കെ, പിന്നെ 25,547. ക്ലിയർ ആണല്ലോ? ഇതാണ് 10,000 മേലുള്ള സംഖ്യ. ബാക്കിയുള്ളതൊക്കെ 10,000 കുറവുള്ള സംഖ്യകളാണ്. അപ്പോൾ അതും കൂടി ഞാനൊന്നിവിടെ സ്പീഡിൽ എൻ്റർ ചെയ്യുന്നു. 45, 74. ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 25, 63 ആൻസർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 14, 75 പിന്നെന്ത് ചെയ്യുന്നു? 45, 78, 36, 58, 78, 45, 36, 52, 45, 85. ഓക്കെ, വേറെ വിട്ടുപോയിട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ആൻസറാണ് ഇപ്പോൾ നമ്മൾ. ഓക്കെ, ഇനി ഞാനിതിപ്പോൾ അങ്ങനെ മാറ്റി എഴുതി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രദ്ധിക്കട്ടാ, ഈ ഫോർമുല ശ്രദ്ധിക്കട്ടാ. നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ അടിക്ക് തന്നെ ഈക്വേഷൻസിനെ പ്രിൻ്റ് ചെയ്യിക്കാം. ഈക്വൽ ടു സം ഇഫ് എന്ന് ടൈപ്പ് ചെയ്യാം. സം ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ റേഞ്ച് സെലക്ഷൻ ചെയ്ത് കൊടുക്കുക. കോമ ഇൻവെർട്ട് കോമയിൽ കണ്ടീഷൻ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000. ക്ലിയർ ആണല്ലോ? മനസ്സിലായ? 10,000 ആൻസർ നോക്കി നിങ്ങൾ. 114435 വന്നത് കണ്ടോ? കറക്റ്റ് അല്ലേ? ഇവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ടേബിൾ മൊത്തം കാണിച്ചു കൊടുത്തു. അതായത് എന്തിൽ നിന്നാണോ കാണേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗം കംപ്ലീറ്റ് കാണിച്ചു കൊടുത്തു. കോമ ഇൻവെർട്ട് കോമയിൽ നമുക്ക് വേണ്ട കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് 10,000 കുറവാണെങ്കിലാ ഈക്വൽ ടു സം ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? ടേബിൾ മൊത്തം കാണിച്ചു കൊടുക്കുക. കോമ ഇൻവെർട്ട് കോമയിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000. സംഭവം മനസ്സിലായ? 32,390 വന്നതുണ്ട്. നിങ്ങൾ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഈ രണ്ട് ഭാഗം ചെയ്തത് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. ശരിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാൽക്കുലേഷൻസ് പ്രിൻറ്റ് ചെയ്യും. സം ഇഫ് ആണ്. നമ്മൾ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് ഇഫ് പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ പറയുകയാണ്, എനിക്ക് ജിടെക് എന്നുള്ള എൻ്റെ ടോട്ടൽ മാത്രം കാണണം. മനസ്സിലായ? ജിടെക് എന്നുള്ള എൻ്റെ ടോട്ടൽ മാത്രം കാണണം. ഈക്വൽ ടു സം ഇഫ്, ശ്രദ്ധിക്കുക, സം ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതിൻ്റെ കാണാൻ പോണത്? കമ്പനി അല്ലേ? റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഐഡിയയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ കുറച്ച് ഭാഗം കൂടി ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ എൻ്റർ ചെയ്താലും അവിടെ അപ്ഡേഷൻ ആവും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കോമ അതിൽ ജിടെക് കോമ എന്ത് ചെയ്യണം? ഈ കമ്പനിയുടെ കോളം മൊത്തം സെലക്ഷൻ ചെയ്തു. ഇപ്പോൾ നോക്കി നിങ്ങൾ ജിടെക്കിൻ്റെ മാത്രം ടോട്ടലാണ് ഈ വന്നിട്ടുണ്ടാവുക. ഒന്ന് കൂട്ടി നോക്കണം നമുക്ക്. കറക്റ്റ് ആവും. 1, 2, 3, 4, 5, 5, 8 പിന്നെ 45, 74 പിന്നെന്താണ് 25, 63 14, 75 പിന്നെ 25, 5, 4, 7 പിന്നെ 78, 45 പിന്നെ 45, 85. ക്ലിയർ ആണല്ലോ? കണ്ടോ? സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടിയതുണ്ടോ എക്സലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ജിടെക്കിന് പകരേ ഞാനിപ്പോൾ ഒരു വിൻടെക് ആണെന്ന് വിചാരിക്കുക. ശരിയല്ലേ ആൻസർ? ഇതൊക്കെ ഇത് രണ്ടും കൂടി കൂട്ടിയാലേ ഈ ആൻസറാണ് കിട്ടുക. ഇനി വിൻടെക്കിന് പകരം എ കൊടുത്ത് നോക്കിയൊക്കെ എയുടെ ആൻസർ പ്രിൻ്റ് ചെയ്ത് വരും.
സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഒരു സ്റ്റെപ്പും കൂടി ഇതിലുണ്ട്. ഞാൻ പറയുകയാണ്, എനിക്ക് ജിജോനാവണം, ജിജോ കൊമ്പൻ എന്ന് പറഞ്ഞ ആളാവണം. ഓക്കെ, ജിടെക് ആവണം. അതായത് ജിജോ കൊമ്പൻ നടത്തിയ ബിസിനസ്സുകളെല്ലാതും അറിയണ്ട, ജിജോ കൊമ്പൻ ജിടെക്കിന് വേണ്ടി നടത്തിയിട്ടുള്ള ബിസിനസ് എന്താണെന്നുള്ളത് അറിയണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വന്നു കിട്ടാം. ശ്രദ്ധിക്കുക, ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാം നമുക്ക്. ഈക്വൽ ടു സം മിഫ് എസ്. സം മിഫ് എസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇതുവരെ ഇഫ് വരെ കൊടുത്തിട്ടുള്ളൂ, ഇതിന് ഞാനൊരു എസ് കൂടി കൊടുത്തു. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. സം റേഞ്ച് ഇത്, ഓക്കെ, കോമ, പിന്നെ നമ്മുടെ ക്രൈറ്റീരിയ 1 എന്ന് പറയുന്നത് ഇപ്പോൾ ജിജോ കൊമ്പൻ്റെ ക്രൈറ്റീരിയ ആണ് ഫസ്റ്റ് ഇവിടെ കിട്ടുക. അപ്പോൾ നെയിം ബോക്സ്, കോമ, അതിൽ ജിജോ, കോമ, പിന്നെ കമ്പനിയുടെ കോളം, കോമ, അതിൽ കമ്പനി. മനസ്സിലായ? ഒന്നുകൂടി പറയണം, ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഈക്വൽ ടു, ഫോൺ സൈസ് ഒന്ന് വലുതാക്കാം, ഹോമിൽ, ഓക്കെ, ശ്രദ്ധിക്കുക. ഈക്വൽ ടു സമ്മിഫ് എസ് കേട്ടോ, സമ്മിഫ് എസ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ സം റേഞ്ച്, അതായത് ടോട്ടൽ സെല്ല്, കോമ, പിന്നെ നമ്മുടെ ക്രൈറ്റീരിയ, ഫസ്റ്റത്തെ ക്രൈറ്റീരിയ ഇതാണ്, ആ സെല്ല്, കോമ, പിന്നെ എന്ത് ചെയ്യുക, അതിലത്തെ ക്രൈറ്റീരിയ നമ്മൾ എടുത്തു വെച്ച ക്രൈറ്റീരിയ, കോമ, പിന്നെ എന്ത് ചെയ്യുക, കമ്പനിയുടെ കോളം, കോമ, അടുത്ത ക്രൈറ്റീരിയ ജിടെക്. കണ്ടോ സംഭവം? മനസ്സിലായ? ഇനിയിപ്പോൾ നിങ്ങൾ നോക്കി ജിജോ ഒന്നിവിടെ ഒരു 78-45 ഉണ്ട്, പിന്നെന്താ ഒരു 88 അല്ലേ, 5-8 ഉണ്ട്, ഒരു 78-45 ഉണ്ട്. ഇതും കൂടി കൂട്ടിയിട്ടുള്ള ആൻസറാണ് ഇപ്പോൾ അവിടെ പ്രിൻറ്റ് ചെയ്തത്, 96,733. ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോൾ ജിജോ വിൻടെക്കിന് വേണ്ടി വിറ്റത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ജിടെക്കിൻ്റെ അവിടെ നിങ്ങൾ വിൻടെക് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അതേപോലെ ജിജോ എന്നുള്ളതിന് പകരം ഇപ്പോൾ ദീപ എന്നാക്കണമെന്നുണ്ടെങ്കിൽ ദീപ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ദീപ എന്താണ്, വിൻടെക്കിന് വേണ്ടി ഒന്നും വിറ്റിട്ടില്ല, ദീപ എ എന്നുള്ള കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും വിറ്റുണ്ടെങ്കിൽ അതവിടെ പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഏട്ടാ, നാളത്തെ ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ ഇന്ന്? എന്തൊക്കെ പഠിച്ചു? ആദ്യം നമ്മൾ പഠിച്ചത് മാച്ച് ഇൻഡെക്സ്, പിന്നെ ലോൺ എമൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം പഠിച്ചു, ഡബിൾ വി ലുക്കപ്പ് പഠിച്ചു, 3D ഫോർമുലാസ് പഠിച്ചു, ദെൻ സമ്മിഫ് പഠിച്ചു. ഇതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം. ഇനി ഞാനിവിടെ ഇതിനൊന്ന് സേവ് ചെയ്യാം. ഞാൻ സേവ് ചെയ്യുന്നു. നമ്മുടെ ദിസ് പി സിയിലെ നമ്മളെവിടെയായിരുന്നു സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിയിലല്ലേ, എക്സൽ ക്ലാസ് അല്ലേ? അല്ല, സോറി, നമുക്കായിട്ടൊരു ഫോൾഡർ ഉണ്ടായിരുന്നില്ലേ, ഇയിലാണ്, അഡ്വാൻസ്ഡ് എക്സൽ 21. ഇന്ന് നമ്മുടെ ഡേറ്റ് 28/6. 3 ക്ലാസ്സായി. ഇപ്പോൾ നമ്മുടെ ചെയ്ത വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മെയിൽ അയച്ചു തരാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമ്മളിനി പുതിയ ടോപ്പിക്കൊന്നും എടുക്കുന്നില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.